നമസ്തേ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ ചെറിയമുണ്ടം പഞ്ചായത്തിൽ വാണിയന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വാണിയന്നൂർ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് ഞങ്ങളിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് വാണിയന്നൂർ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. ഈ പ്രദേശം തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ പര്യായമായ വാണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാണി എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ പര്യായമാണ്. ആ ഒരു ക്ഷേത്രഭൂമിയിലാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. എത്ര കാലത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നറിയില്ല. ഏതായാലും 2000 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടുത്തെ ശിലകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു രൂപം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പൂർണ്ണമായും തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെ തന്നെ ഏതാണ്ട് 5-6 ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തും 1921 നടന്ന മാപ്പിള കലാപകാലത്തും തകർക്കപ്പെട്ട നിലയിലുണ്ട്. അത് പലതും കേസിലാണ്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇതെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്ഷേത്രം പൂർണ്ണമായും നശിച്ചു കിടക്കുകയാണ്. ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് ഇവിടെയുള്ള ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് കാഴ്ചകളും നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും ആ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ബാലാലയം. ഇതിൽ നമ്മൾ ഈ ബാലാലയത്തിൻ്റെ തെക്കുഭാഗത്ത് കാണുന്നതാണ് സുബ്രഹ്മണ്യൻ്റെ ബാലാലയം. സുബ്രഹ്മണ്യസ്വാമിയെ കിണറ്റിൽ നിന്ന് കിട്ടിയ പല കഷണങ്ങളായിട്ടുള്ള ആ വിഗ്രഹം ഈ ബാലാലയത്തിനകത്ത് ഒന്നിനു മീതെ ഒന്നായി വെച്ചിരിക്കുന്ന നിരവധി കഷണങ്ങളാണ്. അതിൽ തന്നെ കൈയൊന്നും കൃത്യമായിട്ട് വയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതൊരിടത്ത് വെച്ചിരിക്കുകയാണ്. പാദങ്ങൾ വെട്ടിയ നിലയിലാണ്, നെഞ്ചു വെട്ടിയ നിലയിലാണ്, തലയുടെ ഭാഗം വെട്ടിയ നിലയിലാണ്. 6-7 കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രവർത്തകർക്ക് ഈ കിണറ്റിൽ നിന്നും ഈ വിഗ്രഹം കിട്ടിയത്. ഇത് പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അടുത്ത കാലം വരെ അത് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത് ബാലാലയത്തിലേക്ക് മാറ്റി. ഇപ്പോൾ അതിൽ പൂജയുണ്ട്, ഒരു നേരം പൂജയുണ്ട്. നിരവധി കഷ്ണങ്ങളായിട്ട് ഉള്ള ഈ വിഗ്രഹം തൊട്ട് പിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. വലിയ കല്ല് അട്ടിക്ക് വെച്ച് അതിൻ്റെ മീതെ ചാരി വെച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രം ആദ്യമായിട്ട് കണ്ടെത്തുന്നത് നമ്മളെ അധികാരത്തിലെ പൂട്ടൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഈ ക്ഷേത്രത്തെപ്പറ്റി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് 2 ഏക്കർ ഭൂമിയുണ്ട് ഈ ക്ഷേത്രത്തിൽ. ഇത് പല ആൾക്കാരുടെ കയ്യിലാണ് ഇന്ന് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. ഇത് സാമൂതിരി രാജാവിൻ്റെ ഭൂമിയാണെന്നും ഇത് തൃക്കണ്ടൂർ ദേവസ്വത്തിൻ്റെയാണ് ഇന്ന് കിടക്കുന്നത്. അത് പല ആൾക്കാരുടെ പേരിലും ആയി ഇന്ന് വീടുകളും കാര്യങ്ങളായി കിടക്കുകയാണ്. ഇത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഭൂമി വിട്ട് കിട്ടണം. ഇത് ദേവൻ്റെ ഭൂമിയാണ്, സുബ്രഹ്മണ്യനുണ്ട് ഇവിടെ. അപ്പോൾ അത് ദേവൻ്റെ ഭൂമിയാണ് നമ്മൾക്ക് വേണ്ടത്. അത് മറ്റുള്ള അന്യാധീനപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. എന്തിൻ്റെ വിഗ്രഹമാവും എന്നുള്ളത് ശരിക്കും മനസ്സിലാകത്തോടെ ജ്യോതിഷം തന്നെ വെച്ച് അപ്പം തന്നെയാണ് തന്ത്രിമാർ വന്നിട്ട് എല്ലാം പടുത്ത് വെച്ചിട്ട് ഇത് സുബ്രഹ്മണ്യൻ്റെ ആണ് എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ആ പ്രതിഷ്ഠ ബാലാലയത്തിലേക്ക് കഷ്ണങ്ങളായി ഒപ്പിച്ച് വെച്ച് നിത്യപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ ഒട്ടാകെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത് മിക്കവാറും 11 സെൻറ്റിലാണ് ഈ ക്ഷേത്രം മാത്രം സ്ഥിതി ചെയ്തിരുന്നത്. മറ്റത് അപ്പുറത്ത് തെക്ക് ഭാഗത്ത് ഈ ക്ഷേത്രത്തിനൊക്കെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെ ക്ഷേത്രത്തിന് ധാരാളം ഭൂമി ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ഒരു ക്ഷേത്രഭൂമി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം നിന്നിരുന്ന സ്ഥലത്താണ്. വളരെ വീതിയേറിയ ഒരു തറ നമുക്കിവിടെ കാണാം. ആ തറയുടെ 2 ഭാഗത്തു കൂടി
വലിയ ഒരു കൽക്കെട്ട് കാണാം. ആ കൽക്കെട്ടുകൾക്കിടയിലൂടെയാണ് ദേവൻ്റെ ഈ ക്ഷേത്രത്തിലേക്ക്, ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് വന്നിരുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തും അതുപോലെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തറ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചുറ്റമ്പലത്തറയുടെ തെക്ക് പടിഞ്ഞാറേ മൂല, ആ പടിഞ്ഞാറേ മൂലയൊക്കെ എൻക്രോച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് ഗണപതിയുടെ ഒരു ഉപക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടാണ് നമുക്ക് ഈ ക്ഷേത്ര ചരിത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക. അത് ഈ ക്ഷേത്രത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പടിഞ്ഞാറ് വടക്കേ മൂലയിൽ ദേവിയുടെ ഒരു സാന്നിധ്യമുണ്ട്. അവിടെയും നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ആ ഉപക്ഷേത്രം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല നഷ്ടപ്പെടലിൻ്റെ കഥ മാത്രം, ചരിത്രം മാത്രം പറയാവുന്ന ഒരു ഭൂമിയായിട്ട് മാറിയിരിക്കുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഈ ക്ഷേത്രഭൂമിയിൽ കാണുന്നത്. ഞങ്ങൾ 2 ചില ഏക്കറുണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കുള്ളതെന്ന് വെച്ചാൽ 14 സെൻറ്റ് ഭൂമിയോളം ഉള്ളൂ. ചുറ്റമ്പലത്തിനും കൂടി, ചുറ്റമ്പലത്തിൻ്റെ തറയിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ വീട് നിൽക്കുന്നത്. ദേവൻ്റെ ഭൂമിയിലാണ്, ചുറ്റമ്പലത്തിൻ്റെ സ്ഥലത്താണ് ഭൂമി നിൽക്കുന്നത്, അവരെ വീട് നിൽക്കുന്നത്. ഇപ്പോൾ സർവേല രേഖകളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നമ്മളെ രേഖകളൊക്കെ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇതിൻ്റെ ഒരു വിധി നമ്മൾക്ക് പെട്ടെന്ന് കിട്ടണം. എന്നാലേ നമ്മൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ആൾക്കാർക്ക് വരാനും കൂടി പറ്റാത്ത ഒരു സൗകര്യത്തിൽ അവിടെ കല്ല് കൊടുത്തിട്ട് പോലീസ് വന്ന് കേസായി, ഇങ്ങനെ പല ദ്രോഹങ്ങളും നമ്മൾക്ക് നാട്ടുകാരെ അടുത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാധനം കൊണ്ട് കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. നടക്കാൻ പോലും വഴിയില്ലാതായിട്ടാണ് അത് കല്ലവിടുന്ന് നടക്കാൻ വേണ്ടിയിട്ട്, അവിടെ ഭക്തജനങ്ങൾക്ക് നടന്നു വരാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പുട്ടോട്ട് കല്ലെടുത്തിട്ട് അതിന് പോലീസ് വന്ന് അവിടെ കേസുണ്ടാക്കി. ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ട് ഇവിടെയൊക്കെ വിളക്ക് കത്തിച്ചത് കിണറ്റിലെടുത്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സാമൂഹിക ദ്രോഹികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അന്യാധീനപ്പെട്ടു പോവുകയാണ് ക്ഷേത്രഭൂമികളൊക്കെ. അത് നമ്മൾക്ക് എന്തായാലും വീണ്ടെടുക്കാൻ എല്ലാ ആൾക്കാരെ ഭക്തജനങ്ങളായിട്ടും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാണിയന്നൂർ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ഭാഗമാണിത്. ഞാൻ നിൽക്കുന്ന എൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ തറ പഴയ കാലത്ത് ഈ സ്ഥാനത്തായിരുന്നു ഇവിടെ പൂർവികമായി തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്തിരുന്നത്. അത് ഒരു കാലഘട്ടത്തിൽ തകർക്കപ്പെടുകയും പൂർണ്ണമായും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിൻ്റെ പല ഭാഗത്തും കിടക്കുന്നുണ്ട്. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് വീണ്ടും ഒരു പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാലന കമ്മിറ്റി എല്ലാം രൂപീകരിച്ച് പരിപാലന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ തറ നിർമ്മിച്ചു വച്ചിരിക്കുകയാണ്. നല്ല അതിമനോഹരമായ ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ വിഭാവനം ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രവും നിർമ്മിക്കാനുണ്ട്. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ നിർമ്മാണമൊന്നും പൂർത്തിയായിട്ടില്ല. ഇവിടെയായിരുന്നു പഴയ കാലത്ത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജ നടന്നു കഴിഞ്ഞാൽ ഒരു 4-5 പൂജയാണ് ഒരു ദിവസം ഉണ്ടാവുക. ചിലപ്പോൾ 2 പൂജയുള്ള ദിവസമുണ്ട്, ചിലപ്പോൾ 5 പൂജയുള്ള ദിവസമുണ്ട്. ഇതിൽ 2 ഒരാളൊക്കെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്നുള്ളൂ. നമുക്ക് വരാനും അവർക്ക് അതിൻ്റെ ഇവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രതികൂല സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിപ്പെടാത്തത്. അപ്പോൾ അവരെ മനസ്സിൽ എന്താണെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളോട് സുബ്രഹ്മണ്യനോടുള്ള അടുപ്പുള്ള എല്ലാ ആളുകളും നമ്മൾ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. നമുക്ക് അതിനുള്ള ഒരു കാര്യം കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ക്ഷേത്രഭൂമി പഴയ കാലത്ത് കാടുമുടി കിടക്കുകയായിരുന്നു. ഏതാണ്ട് 2007 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രേഖകളെല്ലാം ഈ അധികാരത്തിൽ അപ്പുകുട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടെയുള്ള ഭക്തജനങ്ങൾ കണ്ടെത്തുന്നതും ഈ ക്ഷേത്രഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതും. അങ്ങനെ ഈ ക്ഷേത്രഭൂമിയിൽ പ്രവേശിച്ച സമയത്താണ് ഇതിനകത്ത് ഒരു തീർത്ഥക്കിണറുള്ള കാര്യം മനസ്സിലായത്. അപ്പോൾ ഈ തീർത്ഥക്കിണർ ഏതാണ്ട് പൂർണ്ണമായിട്ടും മണ്ണ് മൂടിയ നിലയിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെയുള്ള ഭക്തജനങ്ങൾ എല്ലാവരും ഈ തീർത്ഥക്കിണറിലെ മണ്ണ് നീക്കം ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളുടെ കല്ലുകളാണ്. എൻ്റെ വലതുഭാഗത്ത് കാണുന്ന കൽക്കൂട്ടങ്ങൾ ആ കിണറ്റിൽ നിന്ന് കിട്ടിയ
ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തിയുടെ അവശിഷ്ടങ്ങളാണ്. വീണ്ടും ആഴത്തിൽ ഇതിലെ മണ്ണും കല്ലുമെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വിഗ്രഹം കിട്ടുന്നത്. അടിച്ചുടച്ച നിലയിൽ നിരവധി കഷണങ്ങളാക്കിയിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ അധിപനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിഗ്രഹം പല കഷണങ്ങളായി കിട്ടുകയായിരുന്നു ഉണ്ടായത്. ഈ കിണറ്റിൽ നിന്നാണ് അത് കിട്ടിയത്. ഒന്ന് കഴുത്ത്, കൈ, ഓര, കാൽപാദം ഇതൊക്കെ മുറിച്ചിട്ട് കഷ്ണം കഷ്ണമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോഴും ഭഗവാന്റെ വിഗ്രഹത്തിൽ കഴി അവിടെ നിലത്ത് തറയിൽ വെച്ചിരിക്കുകയാണ്. അത് കൂടെ ചേർത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ വേഗം കാണുന്നതാണ്. അങ്ങനെയാണ് അമ്പലത്തിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പൂർവിക തറ നമ്മൾ പൊളിച്ച് പണി തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ വരെ വന്നിട്ട് അതിപ്പോൾ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമുക്കെതിരെ ഒരു ഇത് വന്നത്. ഈ ക്ഷേത്രഭൂമിയുടെ പല ഭാഗത്തും ഇതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ തകർന്ന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ തൊട്ടു മുന്നിൽ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ നിരവധി അവശിഷ്ടങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ തെക്കും വടക്കും ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ നിരവധി കരിങ്കല്ലിൻ്റെയും അതുപോലെ ചെങ്കല്ലിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ കാണാം. ഇപ്പം ഞാൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലുള്ളത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്തെ വിരിച്ചിരുന്ന, സാധാരണ ശ്രീകോവിലിനകത്ത് കാണുന്ന കരിങ്കല്ലിൻ്റെ വലിയ പാളികളാണ്. ഈ പാളിയുടെ ബാക്കി ഭാഗം ഈ കിണറിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് മുൻവശത്ത് കാണുന്ന ചെങ്കല്ലുകളുടെ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ അത് ഈ കിണറ്റിൽ നിന്നും, കിണർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കിണറ്റിൽ നിന്നും കിട്ടിയതാണ് ഈ ചെങ്കല്ലിൻ്റെ കൂന നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നാണ് നേരത്തെ വിഗ്രഹം കിട്ടിയത് എന്ന് പറഞ്ഞു. നേരെ തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ വേറെയും കരിങ്കല്ലിൻ്റെ ശില്പങ്ങളുണ്ട്. ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഉത്ഖനനം ചെയ്തു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇനിയും കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 2017 ക്ഷേത്രം കണ്ടെത്തുകയും അതിനോടനുബന്ധിച്ച് അധികാരത്തിൽ അപ്പുകുട്ടേട്ടൻ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത സമയത്ത് ഇത്ര 2 ചില്ലാം ഏക്കർ ഉണ്ട് എന്ന് അപ്പുവേട്ട ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിൽ നിന്ന് നമുക്ക് ആകെ 14 സെൻറ്റ് സ്ഥലത്തിൻ്റെ അടുത്തോളം ഉള്ളൂ നമ്മളിപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്ന ഭൂമി. ബാക്കിയൊക്കെ പിടിച്ച് പറിച്ച് വാങ്ങിയ പോലെയുള്ള ഒരു രീതിയിലും നമുക്ക് നമ്മളുടേതായ തെളിവുകളൊക്കെ പല ഉദ്യോഗസ്ഥരും ചേർന്ന് നശിപ്പിക്കപ്പെടുത്തിയിട്ടുമുണ്ട്. നമുക്ക് വേണ്ടത്ര ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് ഒരു നേരം ഒരു ഭക്തന് തൊഴാനുള്ള ഒരു സൗകര്യം പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇവിടുത്തെ കിടപ്പ് ഇപ്പോഴത്തെ അവസ്ഥ. പഴമക്കാർ ഇവിടെ പറഞ്ഞു കേട്ടില്ല ശിവക്ഷേത്രമാണെന്നാണ്. ശിവൻ്റെ വിഗ്രഹം ഇവിടെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ശിവക്ഷേത്രം എന്ന് പറഞ്ഞത്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് 2002 നമ്മൾക്ക് അന്യാധീനപ്പെട്ടിട്ട് ഒരു മുസ്ലിംസ് തന്നിട്ടുള്ളത്. അന്ന് നമ്മളവിടെ പ്രശ്നം വെച്ച് നല്ലൂർ രാമകൃഷ്ണ പണിക്കർ അദ്ദേഹം അന്ന് പറഞ്ഞു, ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. അത് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് അയാൾ എത്രയോ പ്രാവശ്യം നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട് അതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമുക്ക് തെളിഞ്ഞു വന്നു ഇവിടെ സുബ്രഹ്മണ്യുണ്ട്. ഇവിടെ സുബ്രഹ്മണ്യനാണ് മുഖ്യം. അദ്ദേഹമാണ് ഇവിടെ ഉള്ളത്. അത് തച്ചുടച്ച് കിണറ്റിലിട്ടാണ് ഓരോ കഷ്ണങ്ങളായിട്ടാണ് ദേവനെ ഇന്നവിടെ പ്രതിഷ്ഠിച്ചുള്ളത്. ആ ദേവൻ്റെ ഒരു ചൈതന്യം ഇന്നിവിടെ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ദേവനെ നമ്മൾക്ക് പൂർണ്ണ രൂപത്തിലാക്കാൻ എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇവിടേക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാണിയന്നൂർ ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമുള്ള ബാലാലയത്തിൻ്റെ വടക്കേ അറയുടെ മുന്നിലാണ്, വടക്കേ മണ്ഡപത്തിൻ്റെ വടക്കേ അറയുടെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ തൊട്ടുപിറകിൽ അതിമനോഹരമായ ഒരു ശിവലിംഗവും ഒരു പീഠവും കാണാം. അത് യഥാർത്ഥത്തിൽ ഈ ഒരു ക്ഷേത്രത്തിലേതല്ല. പറപ്പൂത്തടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്നും ഈ ദേവഭൂമിയിലേക്ക് മാറ്റിവെച്ച ഒരു ശിവലിംഗവും പീഠവുമാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഈ ഒരു ക്ഷേത്രത്തിന് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന ഒരു പേര് വരാൻ കാരണം. അപ്പോൾ ഒരു ക്ഷേത്രം കൂടെ ഇവിടെ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബാലാലയത്തിൽ കാണുന്നത് ശിവലിംഗമാണ്. അത് ഈ ക്ഷേത്രവളപ്പിൽ നിന്നും കിട്ടിയതാണ്. ഇവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു ഈ ക്ഷേത്രഭൂമി. അങ്ങനെ ഈ ശിവൻ്റെ വിഗ്രഹമാണ് നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത്.
അങ്ങനെ കണ്ട സമയത്ത് നമ്മൾ കോഴിക്കോട് പുരാവസ്തു ഓഫീസിൽ പോയി ഇതിൻ്റെ രേഖകൾ പരിശോധിച്ച സമയത്താണ് തൃക്കണ്ടൂർ സാമൂതിരി മഹാരാജ പേരിൽ വാണിയണ്ണൂർ അമ്പലപ്പറമ്പ് എന്നുള്ള നാമത്തോടു കൂടിയുള്ള ഈ ഭൂമി. അങ്ങനെ രേഖകൾ വാങ്ങി നമ്മൾ ഇവിടെ വന്ന് കാടൊക്കെ വെട്ടി തെളിച്ച് ആ തെളിയിച്ച സമയത്ത് ഭാരതി മഹാരാജ സ്വാമിജി എന്ന് പറഞ്ഞ ഒരാളെ നിർദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങളിവിടെ വന്ന് എല്ലാവരും കൂടി വിഗ്രഹം എടുത്ത് നിർത്തി വെച്ചപ്പോഴാണ് ശിവനാണെന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങളിവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാ രേഖകളും പകർത്തെടുത്ത് അങ്ങനെയാണ് ഈ വിഗ്രഹം എടുത്ത് ഇവിടെ പൂജ നിത്യം വിളക്ക് വെച്ച് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ പേര് തന്നെ വാണിയന്നൂർ എന്നാണ്. വാണിയന്നൂർ എന്ന് പറയുമ്പോൾ ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിലാണ് ഈ പ്രദേശം തന്നെ അറിയപ്പെടുന്നത്. വാണി എന്ന ഒരു പദം വരുന്നത്, ആ പേര് വരുന്നത് സുബ്രഹ്മണ്യൻ്റെ പര്യായമാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യം: ഒന്ന്, ഇവിടുത്തെ പ്രധാന ദേവൻ സുബ്രഹ്മണ്യനാണ്. രണ്ട്, ഈ ക്ഷേത്രം ധാരാളം ഭൂമി ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. മൂന്ന്, ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാമദേവതയായിട്ട് ദേവനായിട്ട് കണക്കാക്കി ഒരു കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നതാണ്. ഒന്നാമത് ഇങ്ങോട്ട് വരാനുള്ള വഴി തന്നെ വഴി സൗകര്യമില്ല. ആദ്യം ഉണ്ടായിരുന്ന വഴിയാണ് കല്ലിട്ടടച്ചത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടി ഞങ്ങൾ നടന്നു വരുന്നുണ്ട്. പക്ഷേ നമുക്കൊരു വാഹനം വരണം, എന്നാലേ ഇവിടെ പണി നടക്കാൻ പറ്റുള്ളൂ. ഇത്ര നാളത്തെ പോലെ അപ്പുറത്ത് ഇറക്കിയിട്ടൊന്നും കൊണ്ടുവരാനുള്ള സൗകര്യം ഇല്ല. അപ്പോൾ അതിന് ഭൂമി വിട്ട് കിട്ടണം, അതാണ് വലിയ ഒന്ന്. ഈ 2 ഏക്കറോളം സ്ഥലം മുഴുവൻ പിടിച്ചെടുത്തിട്ട് ആ ചുറ്റുപാട് ഈ തെക്കേ ഭാഗത്തേക്ക് നോക്കിയാൽ അറിയാം. അവരുടെ കിച്ചൺ നമ്മുടെ വല്യമ്പല അവരുടെ കിച്ചണാണ്, അത് നിങ്ങൾ എടുക്കണം. എന്നപോലെ പടിഞ്ഞാറ് വശത്ത് അവരുടെ ബെഡ്റൂമാണ് നമ്മുടെ വല്യമ്പലം എന്നാണ് ചുറ്റമ്പലം അല്ല, അത്രയും പിടിച്ചെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം അവർ വിട്ടയച്ച് പോകും എന്നുള്ള പ്രതീക്ഷയൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ തൽക്കാലം എങ്ങനെയും അമ്പലം പണി ചെയ്യണം, അതിലേക്ക് വഴി കാര്യങ്ങൾ കിട്ടണം. ഇതാണ് ഞങ്ങളെ വലിയ ആവശ്യം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും അമ്പലം പണിയും കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു പോകും എന്നുള്ള പ്രതീക്ഷയുണ്ട്. രേഖപ്രകാരം ഈ ഒരു ക്ഷേത്രം കോഴിക്കോട് സാമൂതിരിയുടെ ഊരാളന്മാരാണ് എന്നാണ് രേഖയിൽ കാണുന്നത്. കോഴിക്കോട് സാമൂതിരി രാജാവാണ് ഊരാളൻ. എന്നാൽ സാമൂതിരി രാജാവ് CE 1793 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാമൂതിരി രാജാവിന് ഈ നാട്ടിലെ ക്ഷേത്രങ്ങൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്ന വെട്ടത്ത് രാജാവിൻ്റെ ഊരായ്മയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രമായിട്ടാണ് ഇതിനെ നമ്മൾ പരിഗണിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രം, ഈ പ്രദേശം പഴയ കാലത്ത് ധാരാളം നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. ഒരു പ്രസിദ്ധരായിട്ടുള്ള ഒരുപുലാശ്ശേരി മന തുടങ്ങിയിട്ടുള്ള നിരവധി മനങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ടായിരുന്നതാണ്. അങ്ങനെ പ്രസിദ്ധമായ ഏതെങ്കിലും ഒരു മന, ആ മലയിലെ ആളുകൾ ഉപാസിച്ചിരുന്ന സുബ്രഹ്മണ്യനായിരിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഈ അടിസ്ഥാന കാരണക്കാരായ കുടുംബം എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിനൊരു നിയതമായ ഒരു തീരുമാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. ഏതായാലും ഇവിടെ സുബ്രഹ്മണ്യനാണ് പ്രാധാന്യം. ആ സുബ്രഹ്മണ്യ സ്ഥാനത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ പിതാവിനെ, അച്ഛനെ കൂടി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ബാലാലയത്തിൽ കാണുന്നത് ശിവക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠയാണ്, ശിവലിംഗമാണ്. ദിവസം ഒരു നേരം പൂജയുണ്ട്. ഭക്തജനങ്ങൾ കുറേയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ആരും കടക്കൂലായിരുന്നു, അങ്ങനെ പേടിച്ചിട്ടാണ് ആ കടക്കാതിരുന്നത്. ഇപ്പോൾ അതെല്ലാം കുറേ പേടി വന്നു. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കിട്ടിയ സ്ഥലത്ത് ക്ഷേത്രം പണിയണം എന്നുള്ള ഉദ്ദേശത്തിലാണ് തർപ്പണയെല്ലാം നടത്തിയത്. ഇപ്പോൾ ആ മൊത്തം സ്ഥലത്തിൻ്റെ പേരിൽ കേസ് ഹൈക്കോടതിയിലുണ്ട്. ആ ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ എല്ലാ റെക്കോർഡുകളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പെട്ടെന്നാവില്ല എങ്കിലും ഇപ്പോൾ കൂടുതൽ ജനങ്ങളൊക്കെ വരുന്നുണ്ട്, പൂജകളുണ്ട്, ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നും രാവിലെ ഒരു നേരത്തെ പൂജയുള്ളൂ. അതിന് ഒരു മേൽശാന്തി വന്ന് പൂജ നടത്തി പോകും. ബാലാലയത്തിലുള്ള പൂജ, അതിന് പൈസ പിരിക്കും.
പിന്നെ സഹായിക്കാനും ആൾക്കാർ ഒന്നും ഇല്ലാത്തൊരു ഘട്ടമാണ് നമുക്കുള്ളത്. നമുക്ക് ഇപ്പോൾ വേണ്ടത് ഈ ക്ഷേത്രം ഒന്ന് പുനർനിർമ്മാണം നടത്തി മുൻപന്തിയിൽ നിൽക്കുന്ന സുബ്രഹ്മണ്യനാണെങ്കിലും ക്ഷേത്രത്തോട് അടുത്ത് നിൽക്കുന്നത് നമുക്ക് ശിവൻ്റെ ക്ഷേത്രം കൂടെ ഇവിടെ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഇല്ല. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭൂമി ക്ഷേത്രത്തിന് എന്ന നിലയ്ക്ക് അത് വിട്ടു തരേണ്ടതാണെന്ന് എനിക്ക് പറയാനുള്ളത്. നമ്മൾ പുനരുദ്ധാരണം ക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്ത്രി വന്നിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിന് എത്രയും എളുപ്പം പുനരുദ്ധാരണം ചെയ്യണം. ഒരു ട്രസ്റ്റിൻ്റെ പേരിലാണ് ഇപ്പോൾ നമ്മളിത് കൊണ്ടുപോകുന്നത്. അവരും എല്ലാവരും കൂടിയിട്ട് ഇത് ചെയ്യണമെന്നാണ് നാട്ടുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചെറിയമുണ്ടം വാണിയന്നൂർ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ചരിത്രവും അതുപോലെ തന്നെ നിലവിലുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ കണ്ടു. ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം നമ്മളോട് സംസാരിച്ചു. അവരുടെ ആഗ്രഹം, അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം പഴയ രീതിയിൽ പഴയ കാലത്ത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ കാണണം, നിത്യപൂജയോടുകൂടി വളരെ നല്ല രീതിയിൽ കാണണമെന്നാണ് അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം സഫലീകരിക്കട്ടെ, അതിനായി പ്രാർത്ഥിക്കുകയാണ്. തകർക്കപ്പെട്ട മറ്റൊരു ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി ഐതിഹ്യവും അടുത്ത എപ്പിസോഡിൽ കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം.